ശ്രീ ബി ജയരാജൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ 8 ലക്ഷം ഏതാണ്ട് 9 ലക്ഷത്തോളം വോട്ടർമാർ സംസ്ഥാനത്ത് പുറത്തായിട്ടുണ്ട്. അതിൻ്റെ 33% തിരുവനന്തപുരത്ത് എന്ന് വരുന്നു. ഒരുപാട് സൂക്ഷ്മ നിരീക്ഷണം നമ്മൾ ഈ ഘട്ടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ 3 രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ 3 രാഷ്ട്രീയ പാർട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അതിനുശേഷവും 9 ലക്ഷം പേർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം. ഇതിൽ അസ്വാഭാവികമായി തോന്നുന്നത് ഈ 9 ലക്ഷത്തിൽ 33% വോട്ടർമാരും പുറത്തു പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നുന്നുണ്ടോ അക്കാര്യത്തിൽ? തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിലല്ല, മൊത്തത്തിൽ SIRന്റെ കാര്യത്തിൽ നമുക്കൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ TP രാമകൃഷ്ണൻ LDF കൺവീനർ നൽകിയ അഭിമുഖത്തിൽ പ്രത്യേകം പറഞ്ഞത്, SIRന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് എല്ലാവരും ഉറപ്പാക്കണം. അർഹതപ്പെട്ട പലരും പട്ടികയിലില്ല. കേരളത്തിൻ്റെ പുറത്തുള്ളവർ വ്യാപകമായുണ്ട്. ഇതിൻ്റെ എന്താണ് കാരണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം. കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളിൽ നിന്ന് ചെന്ന് ചാടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാർ. SIR നോട്ടിഫിക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലംഘനമാണ് എന്ന് ആർട്ടിക്കിൾ 14, 19, 21 എന്നിവയുടെ ലംഘനമാണെന്ന്, അത് വയലേറ്റ് ചെയ്യുന്നതാണെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ. അതുകൊണ്ടാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR എന്ന് പറയുന്നത് ഈ എൻ മാസ് എക്സ്ക്ലൂഷൻ നടക്കുന്ന ബീഹാറിൽ ഇത് ചൂണ്ടിക്കാണിച്ചത്. ആദ്യഘട്ടത്തിൽ 65 ലക്ഷം വോട്ടർമാരാണ് ബീഹാറിൽ വെട്ടിമാറ്റിയത്. അതിനുശേഷം ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ 47 ലക്ഷമായി. അതിൽ 36.38 മരിച്ചുപോയെന്നും ഡ്യൂപ്ലിക്കേറ്റ് 7.1 ലക്ഷം ഉണ്ടെന്നും കല്യാണം കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവർ കുറേ അധികം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിതിനകത്ത് തടി തപ്പാനായിട്ടുള്ള ശ്രമം നടത്തിയത്. പക്ഷേ എലക്ഷൻ റിസൾട്ട് വന്നപ്പോഴുള്ള മാറ്റം നമ്മൾ കണ്ടതാണ്. അവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന പല സ്ഥാനാർത്ഥികളും വിജയിക്കുകയില്ലെന്ന് മാത്രമല്ല, അവർ അവിടെ നിതീഷ് കുമാറുമായിട്ട് സഖ്യം ഉണ്ടാക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബാലറ്റ് ബോക്സുകളിലാണ് ആദ്യമേ കൃത്രിമം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ്. ഇതൊക്കെ എങ്ങോട്ടാണ് ചെന്ന് എത്തുന്നതെന്ന് പറഞ്ഞ ഒരു സെമി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഈ മുന്നണി, ഈ ഗവൺമെൻറ് ഇതൊരു പൂർണ്ണ ഫാസിസ്റ്റ് സംവിധാനത്തിലേക്ക്, ഇലക്ഷനെയും ഡെമോക്രസിയും അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എൻമാസ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ, അവർക്ക് ഭരണഘടന തന്നിട്ടുള്ള അവകാശങ്ങളെല്ലാം അട്ടിമറിക്കുന്ന ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിനകത്ത് നമ്മൾ സൂക്ഷ്മമായി